കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യവിരുദ്ധ പ്രസ്ഥാനമായി എസ്എഫ്ഐ മാറിയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കാസർകോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ തിരുവനന്തപുരത്തും ഇന്ന് പുലർച്ചെ എറണാകുളത്തും നടന്ന അക്രമങ്ങൾ ഇതിന് തെളിവാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാട് സിപിഎം അവസാനിപ്പിക്കണമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. കേരളത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികളാണ് എസ്എഫ്ഐ എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംഘടനയായ എസ്എഫ്ഐ കേരളത്തിലൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറുകയാണ്. സിപിഎം നേതൃത്വം ഇടപെട്ട് അതിനെ പിരിച്ചുവിടണം. യൂണിവേഴ്സിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വന്നിരുന്ന KS വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്രൂരമായി ഇവരെ ആക്രമിച്ചു. പുറകിൽ വന്നാണ് അടിച്ചത്. ഇന്ന് വെളുപ്പാങ്കാലത്ത് 12 മണി കഴിഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷന്റെ ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അവിടെ കയറി ഒരു വലിയ സംഘം അവർ ഒരുക്കിയിരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചു SFIക്കാർ. എന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിച്ചു. ഊട്ടയടിയായിരുന്നു. 10ഓളം പേര് ആശുപത്രിയിലാണ്. അപ്പോൾ ഇതൊന്നൊരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മയക്കുമരുന്ന് പിടിച്ചാലും കളമശ്ശേരി പോളിടെക്നിക്കിൽ മയക്കുമരുന്ന് പിടിച്ചാലും കേരളത്തിലെ ഏത് ക്യാമ്പസിൽ റാഗിങ്ങിന് ആളെ പിടിച്ചാലും മയക്കുമരുന്ന് പിടിച്ചാലും അതിൽ SFIക്കാരുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥിന്റെ കൊലപാതകം അല്ലേ, അതേപോലെ തന്നെ കോമ്പസ് കൊണ്ട് കുത്തിക്കീറി കോട്ടയത്ത് അതുമേ ഫെവിക്കോൾ അടിച്ച സംഭവം, ഈ എല്ലാ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളുടെയും പുറകിൽ ഈ വിദ്യാർത്ഥികൾ ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുകയാണ്. ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്ത്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുത്ത് ഇവർക്ക് മുഴുവൻ ഇവരെ ക്രിമിനലുകളാക്കിയുള്ളൊരു പുതിയ തലമുറയെ മാറ്റിയാണ് സിപിഎം. ദയവ് ചെയ്ത് അതിൽ നിന്ന് പിന്മാറണം. ദയവ് ചെയ്ത് ഇവരോട്, സ്വന്തം സംഘടനയിൽപ്പെട്ട ഈ വിദ്യാർത്ഥികളോട് അവരോട് നശിച്ചു പോകരുതെന്ന് പറയണം.